ഈ കാരണവന്മാര് പറഞ്ഞത് പിന്തുടർന്നു പോരുന്നു എന്നൊക്കെ ന്യായീകരണം പറഞ്ഞാലും ഈ പണ്ട് കാലത്തൊക്കെ ഈ ടാറിട്ട റോഡും ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തായാലും പലരും മെസ്സേജിലൂടെ ചോദിച്ചു, ഭരണിക്ക് വരുന്നത് കോമരങ്ങളല്ലേ, കോഴിയെ വെട്ടുന്നവരല്ലേ വരുന്നത്, സാത്വിക രീതി പിന്തുടരുന്നവർക്ക് ഈ അശ്വതി നാളില് തൃച്ചന്ദനച്ചാർത്ത് എന്ന് പറയുന്ന രഹസ്യ പൂജയ്ക്കായിട്ട് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഭരണിപ്പാട്ട് പാടാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. കാരണം അമ്മേ ശരണം ദേവി ശരണം. ഇന്ന് കൊടുങ്ങല്ലൂർ കാവില് ഭരണി നാളുകളിൽ ഞാൻ കണ്ട കാഴ്ചകളാണ് കേട്ടോ പറയുന്നത്. അതായത് ആരൊക്കെ ഭരണിക്ക് വരും, അവരൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. കാരണം പലരും മെസ്സേജുകളിലൂടെ ചോദിച്ചു, ഭരണിക്ക് വരുന്നത് കോമരങ്ങളല്ലേ, കോഴിയെ വെട്ടുന്നവരല്ലേ വരുന്നത്, സാത്വിക രീതി പിന്തുടരുന്നവർക്ക് വരാമോ എന്നൊക്കെ. അതിനാദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, അമ്മയുടെ മക്കളായ ആർക്ക് വേണേലും ഭരണിക്ക് വരാം. അമ്മയുടെ ഭാവത്തിൽ മാത്രമാണ് ഭരണി നാളുകളിൽ വ്യത്യാസമുള്ളത്. അമ്മ പഴയ അമ്മ തന്നെയാ. ഇനി ഭരണി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ തിരുവോണം നാളില് കോഴിക്കല്ല് മൂടുമ്പോൾ തൊട്ടാണ് തിരക്ക് കൂടുന്നത്. കാരണം ആ ദിവസമാണല്ലോ അമ്മ അംഗം കുറിക്കുന്നത്. കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ ഉടനെ കാവിലെ ഭരണിപ്പാട്ടുകൾ ഓരോ സംഘങ്ങളും ആരംഭിക്കും. അപ്പോൾ ഭരണിപ്പാട്ട് പാടുന്നവരാണ് ആദ്യം എത്തുന്നത്. പിന്നെ അവർ പോയിട്ട് ഉത്രട്ടാതി നാളില് വീണ്ടും വരും. അശ്വതി നാൾ വരെ പിന്നെ തുടർച്ചയായിട്ടുള്ള പാട്ടുകളാണ്. ഇതില് ഈ വർഷവും ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അശ്വതി നാളില് തൃച്ചന്ദനച്ചാത്ത് എന്ന് പറയുന്ന രഹസ്യ പൂജയ്ക്കായിട്ട് നട അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഭരണിപ്പാട്ട് പാടാൻ പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. കാരണം പിന്നെ അമ്മയുടെ ചികിത്സയാണ് നടക്കുന്നത്. അതുകൊണ്ട് അത് എല്ലാ ഭക്തരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ള ഒരു അപേക്ഷയാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ വരുന്നവരെ കുറിച്ച് തന്നെ പറയാം. അശ്വതി കാവുതീണ്ടലിന് നിൽക്കാതെ കോഴിക്കല്ല് മൂടിക്കഴിയുമ്പോൾ മറ്റ് ദിവസങ്ങളിൽ വന്ന് കർമ്മങ്ങളും ചെയ്ത് വഴിപാടും സമർപ്പിച്ചു പോകുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽ അശ്വതിക്ക് വരാൻ പാടില്ലാത്തവരുമുണ്ട്. അല്ലാതെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നു പോകാം എന്ന് തീരുമാനമെടുത്ത് വരുന്നവരുമുണ്ട്. അതിൽ ഒരു വിഭാഗം കോഴിയെ സമർപ്പിക്കും, കോഴിക്കല്ലിൽ ചുവന്ന പട്ട് വിരിച്ച് മടങ്ങും. അവർ പാട്ടൊന്നും പാടില്ല. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ഈ ശബരിമലയിലൊക്കെ പോകുന്ന പോലെ കെട്ടും കെട്ടി വരുന്നവര്. അവരും കെട്ടഴിച്ച് അതിൽ കൊണ്ടുവരുന്ന നാളികേരവും മഞ്ഞളും കുരുമുളകും ഒക്കെ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രത്യേകം അവർ ബുക്ക് ചെയ്ത സ്ഥലങ്ങളിൽ, അത് ലോഡ്ജാവാം, പറമ്പാവാം, വീടാവാം, അവിടെ കലശം കഴിച്ച് കോഴിയൊക്കെ ബലി നൽകി ദേവിക്ക് നേദിച്ചിട്ട് മടങ്ങും. ഈ പറഞ്ഞവരില് അശ്വതിക്ക് നിൽക്കുന്നവരും ഉണ്ടാവോട്ടോ. പിന്നെയുള്ള വിഭാഗം എന്ന് പറയുന്നത് കൂടെ കോമരമുള്ളവർ ഇല്ലാത്തവർ, ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. അവര് മുളങ്കമ്പുമൊക്കെ ആയിട്ട് കൊട്ടിപ്പാടിയായിരിക്കും വരുന്നത്. അവരെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഭരണിപ്പാട്ട് എന്നും പറഞ്ഞ് ദേവീചരിതം പാടുന്നവരും തെറി മാത്രം പാടുന്നവരും. ദേവീചരിതം പാടുന്നവര് അശ്ലീലം ചേർന്ന പാട്ടുകളും പാടും. അത് അവർ പാടുന്ന കഥയ്ക്കനുസരിച്ച് വരുന്നതാണ്. അതിനെ അവര് പച്ച പാടുക എന്നാണ് പറയുന്നത്. തെറിപ്പാട്ട് മാത്രം പാടുന്നവരാണെങ്കിൽ അവരുടെ പാട്ടുകളിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാവുന്ന, നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിയാൽ സാധാരണ കേൾക്കുന്ന അസഭ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന തെറികളായിരിക്കും ഉണ്ടായിരിക്കുക. കാരണവന്മാര് പറഞ്ഞത് പിന്തുടർന്നു പോരുന്നു എന്നൊക്കെ ന്യായീകരണം പറഞ്ഞാലും ഈ പണ്ട് കാലത്തൊക്കെ ഈ ടാറിട്ട റോഡും ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എന്തായാലും അവരവരുടെ ആചാരങ്ങൾ നടത്തിക്കോട്ടെ അല്ലേ. അപ്പോൾ നന്ദി.